വിജ്ഞാനം എന്ന് പറയുന്നത് പഠിച്ചാൽ തീരാത്തത്രയുണ്ട്. എത്ര വലിയ മഹാനാണ് മൂസാ അലൈഹിസ്സലാം. ആ മഹാനായ നബിക്ക് പോലും വിജ്ഞാനത്തോടുള്ള ദാഹം തീർന്നില്ല എന്നർത്ഥം. നമ്മളെന്ന മദ്രസയിൽ 3-ാം ക്ലാസ്, നമ്മളതിൽ ഡോക്ടറേറ്റ് നേടിയതാണ് നമ്മളെ ധാരണ. ആകെ നമുക്ക് കിട്ടുന്ന മദ്രസയിൽ 3-ാം ക്ലാസ് വരെ. 4ക്ക് ജയിച്ചപ്പോഴോ അപ്പോഴേക്ക് സ്കൂളിൽ കുറച്ച് അപ്പുറത്ത് എത്തിക്കണം. അപ്പോൾ പിന്നെ ട്യൂഷനാണ്, നേരത്തെ വരും. അപ്പോൾ പിന്നെ മദ്രസ ഒഴിവാക്കി, പിന്നെ പരിപാടിയില്ലല്ലോ. 5-ാം ക്ലാസ് മാക്സിമം, വല്ലാതെ പോയ 7-ാം ക്ലാസ്. പിന്നെ ആരാ ഇവിടെ ദീന് പഠിക്കണത്? പിന്നെ നമ്മുടെ വിജ്ഞാനം വേറൊരു വഴിയിലേക്ക് അങ്ങനെ പോയി. എന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് മതപരമായ വിജ്ഞാനം നേടുന്ന വേദികളിലൊന്നും നമ്മുടെ കുട്ടികൾ ഉണ്ടാവില്ല. പ്രായമായ വാപ്പിയമ്മയൊക്കെ ഉണ്ടാവും, ആ സ്റ്റേജിലുള്ള ടീനേജിലുള്ള കുട്ടികൾ ഉണ്ടാവില്ല. അപ്പം അവരെവിടെ? പഠിക്കണ്ടേ, ട്യൂഷനുണ്ടേ, പ്രോജക്റ്റ് ചെയ്യാണ്ടേ, വർക്ക് ചെയ്യാണ്ടേ, ഇങ്ങനെ കുറേ കാരണങ്ങൾ കുട്ടികൾ പറയും. ഉമ്മാരും വാപ്പാരും അന്നായിക്കോട്ടെ, എൻ്റെ മോന് മോളവിടെ ഇരുന്നോ. വാപ്പയും വീണ് പോന്നു വർഷങ്ങളോളം. ഈ വാപ്പാരും ഉമ്മാരും കുറേ കാര്യങ്ങളൊക്കെ കേട്ട് കുറച്ച് തഖ്വയൊക്കെ ഉണ്ടായി. വീട്ടിൽ ചെന്നിട്ട് കുട്ടികളെടുത്തുനിന്ന് ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ മക്കൾക്ക് പറഞ്ഞു ഞങ്ങളത് അംഗീകരിക്കൂലായിരുന്നു. കാരണം എന്താ? വാപ്പാക്കും ഉമ്മാക്കും ചിലത് കിട്ടിയിട്ടുണ്ട്, അത് ഈ മക്കൾക്ക് കിട്ടിയിട്ടില്ല. ഒരു വരിയിലാണേ. അപ്പൊ സ്വാഭാവികമായിട്ടും മക്കളും ബാപ്പയും തമ്മിൽ എനിമീസായി, ശത്രുക്കളായി. ഈ ബാപ്പാക്ക് ഒന്നും തിരിയില്ല, ഈ ഉമ്മാക്ക് ഒന്നും തിരിയില്ല. ഈ ലോകത്ത് ഇത് ന്യൂജന. ഞങ്ങൾ പഠിക്കുന്ന കാലവും നിങ്ങളെ കാലമൊക്കെ വ്യത്യാസമുണ്ട്. നിങ്ങളാ വിചാരിക്കണമായിരുന്നല്ല. നിങ്ങളെ പറയണ അങ്ങനെ ഹറാമൊന്നുമില്ല, അതിലൊന്നും വലിയൊരു കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു. വീട്ടിലെന്നും പ്രശ്നം, ബാപ്പയും ഈ മക്കളും. എന്താ ഈ പ്രശ്നം? തകരാറെന്താ? തകരാറ് എവിടെ പറ്റിയത്? ബാപ്പയും മീൻ ചിലത് കേട്ടിട്ടുണ്ട്, മക്കള് കേട്ടിട്ടില്ല. എല്ലാവരും കൂടി ഒരുമിച്ചാ കേട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഈ തർക്കം ഉണ്ടാവില്ല. മറ്റേത് വാപ്പയും മീൻ പറയുമ്പോൾ കുട്ടികൾ പറയണത്, കുട്ടികൾ മനസ്സിലാക്കണം അതിൻ്റെ മീൻ വാപ്പയും ശത്രുതയും ഞങ്ങളോട് സ്നേഹമല്ലായിട്ട് പറയണതാണ്, ഞങ്ങളോട് വെറുപ്പാണ്, ഞങ്ങളോട് എന്നും ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ്. കാരണം എന്താ വെച്ചാൽ അവരെ തലയിൽക്ക് ഇത് കയറിയിട്ടില്ല. ഓരോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കിത് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും കുടുംബസമേതം നമ്മൾ ദീന് പഠിക്കണം എന്ന് പറയുന്നത്. അതിനൊക്കെയുള്ള അവസരമാണ് നമ്മുടെ ഖുർആൻ ക്ലാസ്സുകൾ, ഹദീസ് ക്ലാസ്സുകളൊക്കെ. നമ്മൾ കുടുംബസമേതം കേൾക്കണം. അല്ലാതെ നമ്മൾ മക്കളെ പരിയിലാക്കി പോന്ന് നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് കേട്ട് നമ്മളെല്ലാം പഠിച്ചു മനസ്സിലാക്കി ഒരു പ്രശ്നത്തിന്റെ ഘട്ടത്തിലെത്തുമ്പോൾ മക്കൾ നമ്മൾ അനുസരിക്കൂല. അവർ നമ്മൾ അനുസരിക്കൂല എന്ന് മാത്രമല്ല ഷൗട്ട് ചെയ്യുകയും ചെയ്യും, മാത്രമല്ല ധിക്കരിച്ച് ഇറങ്ങിപ്പോകുകയും ചെയ്യും. നിങ്ങളോട് പണി നോക്കുമെന്നും പറയും, ചീത്തയും പറയും. അതാണ് ആറ്റുനോറ്റ് വളർത്തി ഉണ്ടാക്കിയ 10 മാസം ഗർഭം ചുമന്ന് 2 മാസം മുലകുടിപ്രായവും ബാലാരിഷ്ടതകളും സഹിച്ച് ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ തളർന്ന അവശയായിട്ട് വളർത്തിയുണ്ടാക്കിയ മോളാണ് പ്രായം തികയുമ്പോൾ കോടതിയിൽ ജഡ്ജിയുടെ മുമ്പെന്ന് വിളിച്ചു പറയുന്നത്, എനിക്ക് ഇന്നലെ കണ്ടോ മതി, ഞാൻ ഇറങ്ങിപ്പോവുകയാണ്, ഉമ്മയുടെ വഴിക്ക് പോയിക്കോ, എൻ്റെ ജീവിതം, മൈ ബോഡി ഈസ് മൈ ചോയ്സ്, ഇത് എൻ്റെ ബോഡിയാണ്, അത് ഞാൻ തീരുമാനിക്കും, എൻ്റെ വിവാഹം വേണോ വേണ്ടേ ഞാൻ തീരുമാനിക്കും, നിങ്ങളതിൽ ഇടപെടണ്ട. ഇതാരാ പറയണത്? മകളാ പറയണത്, മകനാ പറയണത്. ആ മാതാപിതാക്കൾ ഹൃദയം പൊട്ടൂലേ? കൽബ് പൊട്ടി കരയൂലേ? തേങ്ങലടിച്ച് കരയൂലേ? മാനസിക രോഗികളാവൂലേ അവര്? ഭ്രാന്തന്മാരാവൂലേ അവര്? എന്താ കാരണം? ഇതിനായി പറയണത് നമ്മൾ കേൾക്കുന്നത് കുറച്ചൊക്കെ അവരും കേൾക്കണം, അതില്ലെങ്കിൽ പറ്റൂല. നമ്മൾ അവരെ സ്വാതന്ത്ര്യത്തിന് ഇങ്ങനെ വിട്ട് ഈ ടീനേജ് സമയമാകുമ്പോഴാണ് നമ്മൾ അവരെ ട്യൂഷനും പരീക്ഷയും പ്രൊജക്റ്റും എല്ലാം പറഞ്ഞിട്ടാട് വേറെ ആടുവിടും. നമ്മളിങ്ങനെ കേട്ടിട്ട് എന്താ കാര്യം? അപ്പൊ കല്യാണത്തിന്റെ സമയമാകുമ്പോൾ എനിക്ക് കല്യാണം വേണ്ട, ഇപ്പൊ കല്യാണം വേണ്ടാന്ന് പെൺകുട്ടികളൊക്കെ ഇപ്പൊ പറയണേ, എനിക്ക് കല്യാണം വേണ്ടാന്ന്. എന്തെങ്കിലും പറയണേ? നിങ്ങൾ നാട്ടിലൊന്ന് പോയി ഓരോ കുടുംബങ്ങൾ കണ്ണിന്ന് ചോരയാണ് വരുന്നത് അവരെ. പെൺകുട്ടികളോട് കല്യാണം ചോദിക്കുമ്പോൾ പറയണേ പെൺകുട്ടികളോട് എനിക്ക് കല്യാണം വേണ്ട. എന്തിനിപ്പോ വാപ്പൊക്കെ നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഇടങ്ങേറുണ്ടോ? ഞാൻ പോയിട്ട് മരിച്ചോളാം. സ്കൂളുകളിൽ നിന്ന് രക്ഷിതാക്കൾക്കൊന്നും പറയാൻ നിവൃത്തി, മാഷന്മാർക്കൊന്നും പറയാൻ നിവൃത്തിയില്ല. അപ്പോൾ പറയും നിങ്ങൾ സദാചാര പോലീസ് ആവേണ്ട മാഷേ, നിങ്ങൾ പഠിപ്പിച്ചാൽ മതി മാഷേ. ഞങ്ങൾ ആണും പെണ്ണൊക്കെ ഒരുമിച്ച് നടക്കും, കെട്ടിപ്പിടിച്ച് നടക്കും, കിസ് ചെയ്യും, ഞങ്ങൾ ഒരുമിച്ച് മടിയിലിരിക്കും. അത് നിങ്ങൾ ചോദിക്കണ്ട. നമ്മുടെ നാട്ടിലെ സ്കൂളുകളും കോളേജുകളുടെയും അവസ്ഥയാണിത് സഹോദരങ്ങളെ. ഇത് പ്രശ്നങ്ങളാണ്. ഇതിന് പരിഹാരം എന്താണെന്നറിയോ? ഇത് മാത്രമേ പരിഹാരമുള്ളൂ. അള്ളാന്റെ കലാമും റബ്ബിനെ കുറിച്ചൊക്കെ നമ്മളെ മക്കളോട് പറഞ്ഞു കൊടുക്കുക. വേറെ നിവൃത്തിയൊന്നുമില്ല, പറഞ്ഞു കൊടുക്കുക.
വേറെ ഒരു നിവൃത്തിയില്ല. അതിൽ നിന്ന് തടയാനാണ് ഇവിടെ നിരീശ്വര നിർമ്മതവാദികളൊക്കെ ശ്രമിക്കുന്നത്. നമ്മളെ സദസ്സുകളിൽ ഒരു കുട്ടി എത്തരുത് എന്നാണ് നിരീശ്വര നിർമ്മതവാദികളുടെ ഒക്കെ ആഗ്രഹം. അതിനുള്ള അജണ്ടകളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ സംഭവത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയാണ്, തൗറാത്തും കിട്ടി അത്യുന്നതമായ ഇൽമിന്റെ പദവിയിലേക്ക് ഈ ലോകത്ത് നിങ്ങളെക്കാൾ അറിവുള്ള ഒരാളുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറയാൻ മാത്രം ആലിമുൽ അല്ലാമയായ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും മതപരമായി എന്നേക്കാൾ അറിവുള്ള ഒരാളുണ്ട് എന്ന് കേട്ടപ്പോൾ എന്ത് ത്യാഗം സഹിച്ചും ഞാനത് പഠിച്ചെടുക്കും എന്ന് പറഞ്ഞിട്ട് യാത്ര പുറപ്പെട്ടു എന്നുള്ള ചരിത്രമാണ് വെള്ളിയാഴ്ച തോറും നമ്മൾ വായിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് ദീന് പഠിക്കുന്നത്, നമ്മുടെ കുട്ടികൾ എന്താണ് പഠിക്കുന്നത് നമ്മൾ നല്ലോണം ആലോചിക്കണം. ഇതുകൊണ്ടല്ലാതെ രക്ഷല്ല. വേറെ നമ്മൾ എന്ത് ചെയ്തിട്ടും ഫലമൊന്നുമില്ല. അള്ളാഹിനെ കുറിച്ചുള്ള ബോധം നമുക്കും നമ്മുടെ കുടുംബത്തിലും ഉണ്ടാക്കിയെടുക്കലല്ലാത്തൊരു നിവൃത്തി വേറല്ല. അത് മാത്രമേ രക്ഷയുള്ളൂ. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും നമ്മുടെയും നമ്മുടെ മക്കളെയും ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.